ബിഗ് ബോസ് സീസൺ 7 ആദില നൂറയും അതുപോലെ തന്നെ അനീഷ് തമ്മിലുള്ള വമ്പിച്ച പ്രശ്നമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് അനീഷ് ആദില നൂറയെ അറിയില്ല എന്നാണ് പറയുന്നത്. അത് പേഴ്സണലായിട്ട് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ രണ്ട് പേരെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഇത്തരത്തിലുള്ള കണ്ടസ്റ്റൻസ് ആയ അനീഷിനെ അറിയില്ല എന്ന് പറയുന്നതിന് എനിക്ക് വളരെയധികം ഒരു സ്വാഭാവികമായിട്ട് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. കാരണം അനീഷ് ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാൻ പറ്റുന്ന രണ്ടാളുകളാണ്. അപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു റിയാലിറ്റി ഷോയിൽ താങ്കൾ പോകുന്ന സമയത്ത് ഇവരെ ഒന്ന് മനസ്സിലാക്കാമായിരുന്നു, അവിടെ എത്തിയതിനു ശേഷം മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ അവിടെ അനീഷ് എന്തോ ഒരു സംഭവം ഹൈഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവരുടേതായിട്ടുള്ള ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ഇവർ രണ്ടുപേരും ഒരുപാട് നല്ല ഫാമിലിയിൽ നിന്ന് വന്ന രണ്ട് വ്യക്തികളാണ്. അപ്പം അനീഷ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അനീഷ് നല്ല കാര്യങ്ങളായിരിക്കാം പറയുന്നത്, പക്ഷേ അതവർക്ക് ഉൾക്കൊള്ളാൻ പെട്ടെന്ന് പറ്റില്ല. അപ്പം അനീഷ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അതായത് ഒരു കപ്പിൾസ്, അതായത് ലെസ്ബിയൻ കപ്പിൾസ് അവരുടേതായിട്ട് നല്ല ജീവിതം നയിക്കുന്ന സമയത്ത് താങ്കളെപ്പോലുള്ള ഒരാൾ, അതായത് ഒരുപാട് പേര് അവർ ഒന്നിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാമിലി അത് ഒത്തുപോയില്ല. കാരണം ചില ഫാമിലികൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഘടകം ഉണ്ടാകും. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉപ്പയും ഉമ്മയും, അതായത് അവരുടെ മാതാപിതാക്കൾ ഇത് അക്സെപ്റ്റ് ചെയ്ത് തന്നെ അവരുടെ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും ഇവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ടായിരിക്കും. എന്തായാലും ഹനീഷ് ചെയ്തൊരു കാര്യം നല്ല കാര്യമായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇവരോട്, അതായത് ആദില നൂറിയോട് പറയാൻ പറ്റാത്ത ഒരു സംഭവമാണ് അനീഷ് പറഞ്ഞത്. അപ്പോൾ അനീഷ് അതിന് എന്തായാലും സോറി പറയേണ്ടതിന് വരും. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രേക്ഷകർ? കാരണം അവരിപ്പം അവരുടേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ജീവിതം ജീവിക്കുന്നു. എന്തായാലും ഇപ്പം ഒരു കാലം കഴിഞ്ഞാൽ അവർ വീണ്ടും ഒന്നിക്കില്ല, അല്ലെ ഫാമിലി ഒന്നിക്കില്ല, നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം അവരെ അവരുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് വിടുക, അവരെ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് കരുതിയിലങ്ങ് വിടുക. അവർക്ക് മനസ്സിലാക്കുന്ന സമയത്ത് തിരിച്ചവരെ വീട്ടിലേക്ക് വരട്ടെ.